കൊല്ലത്ത് ലഹരി പരിശോധനയ്ക്കെത്തിയ പോലീസിനെ മർദ്ദിച്ച അമ്മയും മകളും കരുകോൺ സ്വദേശികളായ സൻസ, മകൾ നജുമ എന്നിവരാണ് പോലീസിനെ മർദ്ദിച്ചത്. ഇരുവരെയും പോലീസ് പിടികൂടി. അറസ്റ്റിനിടെ വിഷം കഴിച്ച പ്രതികൾ ആശുപത്രിയിലാണ്. ഇരുവരും ലഹരി വിൽപ്പന നടത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന. വീട്ടില് കഞ്ചാവ് കച്ചവടം നടത്തുന്ന അറിഞ്ഞ് ഡാൻസ് ഓഫ് ടീമും നമ്മുടെ സ്റ്റേഷൻ പാർട്ടിയും കൂടെ അവിടെ ചെന്ന സമയം അവരെ ആക്രമിക്കുകയും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവരെ അവിടുന്ന് തടഞ്ഞു വെച്ച് അതിന് പിറ്റേ ദിവസം അവരെ അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളതും, അറസ്റ്റ് ചെയ്ത സമയം അവര് രക്ഷപ്പെടുന്നതിന് വേണ്ടി വിഷം എടുത്ത് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ നമുക്കൊപ്പം ചേരുകയാണ്. ഷമീർ, ഇത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? മർദ്ദനമേറ്റ പോലീസുകാരുടെ സ്ഥിതി? ബിനിൽ, നിരവധി കഞ്ചാവ് കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച അഞ്ചൽ കരുകോൺ സ്വദേശി ഷാഹിദയുടെ വീട്ടിലാണ് ഈ ഡാൻസ് ഓഫ് അംഗങ്ങളും വനിതാ പോലീസും അടങ്ങിയ സംഘം പരിശോധനയ്ക്ക് എത്തിയത്. ഈ സമയത്ത് ഷാഹിദയുടെ മകൾ സൻസയും കൊച്ചുമകൾ നജുമയും ചേർന്ന് പോലീസിനെ തടയുകയും മർദ്ദിക്കുകയും ചെയ്തു. ഈ മർദ്ദനത്തിൽ ഡാൻസ് ഓഫ് എസ് ഐ ബാലാജി, സിവിൽ പോലീസ് ഓഫീസറായ ആദർശ്, വനിതാ പോലീസ് ഓഫീസർ എന്ന നിഷയ്ക്കും മർദ്ദനമേറ്റു. പിന്നീട് ഇവർ ഈ വീട്ടിൽ നിന്നും കടന്നു കളയുകയായിരുന്നു. വീട്ടിൽ നിന്നും 46 ഗ്രാം കഞ്ചാവും 1 ലക്ഷത്തിലധികം രൂപയും പോലീസ് കണ്ടെടുത്തു. ഇതിനുശേഷം പോലീസ് നടത്തിയ രഹസ്യ നീക്കത്തിനൊടുവിലാണ് ഈ പ്രതികളെ പിടികൂടിയത്. പ്രതികൾ വീടിന്റെ കഥ കടക്കുകയും പിന്നീട് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്തു. ഇതിനുശേഷം വീട്ടിലുണ്ടായിരുന്ന എലിവിഷം എടുത്ത് കഴിച്ച ശേഷം പോലീസിനൊപ്പം ഇവർ പോവുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്നും പിന്നീട് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇരുവരും എലിവിഷം കഴിച്ചു എന്ന കാര്യത്തിൽ കൃത്യതയുണ്ട്. ഇവരുടെ പക്കൽ കഞ്ചാവ് ഉണ്ടായിരുന്നില്ല, പക്ഷേ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തിരുന്നത്. ഇവരുടെ മാതാവ് ഈ കഞ്ചാവ് കച്ചവടവുമായി നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ളവരാണ്. മാതാവ് കൊണ്ടുവച്ചതാണ് കഞ്ചാവ് എന്നുള്ള പ്രാഥമിക മൊഴിയാണ് ഇപ്പോൾ ഇവർ നൽകിയിരിക്കുന്നത്. ബിനിൽ. ഓക്കെ, ശരി. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്തെ ലഹരി പരിശോധനയ്ക്കെത്തിയ പോലീസിനെ മർദ്ദിച്ച അമ്മയും മകളും കരുകോൺ സ്വദേശികളായ സൻസ, മകൾ നജുമ എന്നിവർ പോലീസിനെ കണ്ട് വാതിലടച്ച് വിഷം കഴിച്ചു. ഇപ്പോൾ പ്രതികൾ ആശുപത്രിയിലാണ്. പോലീസുകാർക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തു. ഷമീറാണ് വിവരങ്ങൾ നൽകിയത്. രണ്ട് ഷാഡോ ചവിട്ടിക്കൂട്ടി ചെയ്യുന്ന മുക്ക് വേറെ ഒന്നും ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ കൊച്ചിനെ കണ്ടാലടിക്കാനോ 2 ആരോഗ്യമുള്ള 2 ഷാഡോ പോലീസ് എന്റെ കൊച്ചിനെ കട്ടിലിട്ട് ചവിട്ടിക്കൂട്ടി 18 വയസ്സായ എന്റെ കുഞ്ഞിനെ അത് അവിടെ കൊട്ടാരിക്കനെ കൊണ്ട് പരാതി കൊടുക്കാൻ ഈ വലുതാളടിച്ചത് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് അറിയാമോ? എടുത്തു വന്നിട്ട് നിങ്ങൾ ചെയ്യും. ഞങ്ങൾ 2 എലിവശം കഴിച്ചിട്ടുണ്ട്. എന്റെ കുഞ്ഞിനെ 2 ഷാഡോ പോലീസ് അടിച്ചു ഞാൻ DSPക്ക് പരാതി കൊടുക്കുന്നതാണ് ഈ ചെയ്യുന്ന മൊത്തം. ഞങ്ങളെ പിടിച്ചോണ്ട് വന്ന് കരുതി അടിച്ചെന്ന് എന്റെ റബ്ബ് സത്യം എന്റെ കുഞ്ഞിനെ പട്ടികളെ പോലെ